നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൈവളികയിലെ 15 വയസ്സുകാരുടെയും ഓട്ടോ ഡ്രൈവർ പ്രദീപിന്റെയും മരണം ആത്മഹത്യയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിൽ അധികം പഴക്കമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിൽ, അതായത് മമ്മിഫൈഡ് ആയിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. കൂടുതൽ പരിശോധനകൾക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കഴിഞ്ഞു. ആത്മഹത്യയ്ക്ക് കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല. ഇരുവരുടെയും ഫോണുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. ഈ സംഭവത്തിൽ പോലീസിനെതിരെയും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തി. സംഭവത്തിൽ പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പെൺകുട്ടിയെയും അയൽവാസിയെയും മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. ഫെബ്രുവരി 12-നാണ് പെൺകുട്ടിയും ഇവരുടെ കുടുംബ സുഹൃത്തായ പ്രദീപിനെയും കാണാതായത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പിന്നീട് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരാതി ലഭിച്ചിട്ടും പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചതിനാലാണ് ഈ കണ്ടെത്തൽ വൈകിയെന്ന ആരോപണമൊക്കെയാണ് ഉയർന്നത്. പെൺകുട്ടിക്കൊപ്പം കാണാതായ പ്രദീപിനെതിരെ ആരോപണമായി മാതാപിതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. ഇരുവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് ഒരേ ഇടത്തു നിന്നായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ തിരച്ചിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ 52 അംഗ പോലീസ് സംഘമാണ് നാട്ടുകാരുമായി ചേർന്ന് വ്യാപകമായി തെരച്ചിൽ നടത്തിയത്. ഇതിനിടെയായിരുന്നു പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇരുവരെയും ഒരേ മരക്കൊമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൈവളികയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള മണ്ടേക്കാപ്പ് ഗ്രൗണ്ടിനടുത്തുള്ള അക്കേഷ്യ മരത്തിലാണ് ഇവരെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അതും 200 മീറ്റർ മാത്രം മാറി. ഇരുവരുടെയും മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളെ പഴക്കമുണ്ടായിരുന്നെന്ന് കഴിഞ്ഞ ദിവസത്തിന് പ്രാഥമിക നിഗമനത്തിൽ പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ 20 ദിവസത്തിൽ അധികം പഴക്കമുണ്ട് എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി 12 മുതലാണ് പെൺകുട്ടി കാണാതായതെന്ന് മാതാപിതാക്കൾ പരാതി നൽകുകയായിരുന്നു. ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ച് പരിശോധന നടത്തി. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. തോട്ടത്തിലെ ഉൾഭാഗത്തായാണ് കൂടുതൽ തെരച്ചിൽ നടത്തിയതെന്നും നേരത്തെ ഈ ഭാഗത്ത് തെരച്ചിൽ കാര്യമായി നടത്തിയിരുന്നില്ലെന്നും പോലീസ് തന്നെ പ്രതികരിച്ചതാണ്. ഈ പെൺകുട്ടിയെ കാണാതായതിനൊപ്പം അയൽവാസിയായ യുവാവിനെയും കാണാതാവുകയായിരുന്നു. കാണാതായി 26 ദിവസത്തിനു ശേഷമാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മൊബൈൽ ഫോൺ ലൊക്കേഷനൊക്കെ നോക്കി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഇവരുടെ മൊബൈൽ ഫോണുകളും കത്തിയും അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. കാണാതായി ആഴ്ചകൾ കഴിഞ്ഞിട്ട് പോലീസ് എന്താണ് അന്വേഷിച്ചതെന്ന് കോടതി ചോദിക്കുകയായിരുന്നു. ഒരു VVIPയുടെ മകളെയാണ് കാണാതായതെങ്കിൽ പോലീസ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രവർത്തിക്കുകയെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ VVIPയും സാധാരണക്കാരും തുല്യരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേസ് ഡയറിയുമായി നാളെ കോടതിയിൽ ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പരാതി നൽകിയിട്ടും പെൺകുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം വൈകിയെന്ന ആരോപണം ഉയർന്നിരുന്നു. പെൺകുട്ടിയെ കാണാനെന്ന പരാതി കൃത്യമായി പോലീസ് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ വിമർശനം. ഫെബ്രുവരി 11-ന് സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ലെന്ന വിവരം ഈ പെൺകുട്ടിയുടെ അനുജത്തിയാണ് മാതാപിതാക്കളെ അറിയിക്കുന്നത്. തുടർന്ന് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് ഈ മാതാപിതാക്കൾ കാണുന്നു. അപ്പോൾ തന്നെ മനസ്സിലാവുന്നു മകൾ പുറത്തേക്ക് പോയത് ഈ പുറകുവശത്തെ വാതിൽ വഴിയാണെന്ന്. പിന്നീട് പെൺകുട്ടിക്കുള്ള തിരച്ചിലായിരുന്നു. പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചുവെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആവുന്ന നിലയിലേക്ക് പോയി. കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് പിന്നീട് മാതാപിതാക്കൾ പരാതി നൽകിയത്. പിന്നീട് പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറിലേക്ക് നീങ്ങാൻ കാരണം ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പ്രദീപ്. സ്വാഭാവികമായിട്ട് മകളെ കാണാതായ നിമിഷം പ്രദീപിന്റെ അടുത്ത് അച്ഛൻ പരാതി പറയാനായി വിളിക്കുമ്പോൾ പ്രദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. തുടർന്ന് പ്രദീപിനെ കുറിച്ച് വിവരമൊന്നും ലഭിക്കാതായതോടെയാണ് ഇവർ പ്രദീപിന്റെ പേരിൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകിയത്. പെൺകുട്ടിയുടെ അച്ഛനായ പ്രിയേഷിന് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ പ്രദീപായിരുന്നു. ഇയാൾ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തിരുന്നുവെന്നാണ് നാട്ടുകാരും പറയുന്നത്. കുട്ടിയെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞപ്പോൾ പിതാവ് ആദ്യം ഫോൺ ചെയ്തതും പ്രദീപിനെ തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസമാണ് ഈ പ്രദീപിന്റെ ഫോണും ഓഫായത്. അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. പിന്നീട് ഇയാളുടെ ഫോണും 12-ാം തീയതി സ്വിച്ച് ഓഫ് ആയി. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും കൂർഗിലെയും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും അവിടെയൊന്നും ഒരു തരത്തിലുള്ള തെളിവുകളും ബാക്കിയുണ്ടായിരുന്നില്ല. ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് കുട്ടിയുടെ മാതാവ് മഞ്ചേശ്വരം MLA AK.M. അഷ്റഫിനെ ഈ വിവരം അറിയിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഫോണിലൂടെയായിരുന്നു ഈ ബന്ധം തുടർന്നത്.
പരസ്പരം വിളിക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഒരു വർഷം മുമ്പ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിൽ പരാതി വന്നു. അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞായിരുന്നു കേസ് ഒഴിവായത്. പക്ഷേ ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു. സ്വാഭാവികമായി ഇവർ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. അപ്പോൾ വീട്ടുകാരും തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദീപിന് ഈ പെൺകുട്ടികളുടെ അടുപ്പം ഒരു സഹോദര സ്നേഹം എന്ന നിലയ്ക്കാണ് മറ്റുള്ളവർ കരുതിയിരുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനിയത്തിയുമാണുള്ളത്. പെൺകുട്ടിയുടെ കൂടെ മരിച്ചെല്ലാം കണ്ടെത്തിയ ഇയാൾ അവിവാഹിതനായിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്കും മറ്റും പോയിരുന്നു. കൂടാതെ ഇയാൾക്ക് നേരത്തെ ഒരു ഓട്ടോറിക്ഷയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കാറിലേക്ക് മാറിയെന്നൊക്കെയാണ് ഈ പറയുന്ന സംഭവത്തെ കുറിച്ച് ഈ അനൂപ് കുമാർ പറയുന്നത്. അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഫെബ്രുവരി 12-ന് രണ്ടുപേരെയും കാണാതായെന്ന പരാതി കിട്ടിയപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് തന്നെ പ്രദേശത്ത് തിരഞ്ഞു. രണ്ടാളും ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് കർണാടകയിലും മറ്റുമുള്ള ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. പിന്നീട് ഇതനുസരിച്ച് മടിക്കേരിയിലും കർണാടകയിലും അന്വേഷിച്ചു. ഡോഗ് സ്ക്വാഡും ഡ്രോണും ഉപയോഗിച്ചായിരുന്നു പരിശോധന നടന്നത്. കാട്ടിലും പുഴയിലും എല്ലാം പരിശോധിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയ ഭാഗത്തും പരിശോധിച്ചിരുന്നു. വീടിനോട് 200 മീറ്റർ ദൂരെയായാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവര് കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് അവിടങ്ങളിലൊക്കെ പരിശോധിച്ചത്. ഈ ഭാഗത്ത് കോഴി ഫാമും ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം മൃതദേഹം അഴുകിയത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം വരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ മണമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതോടെയാണ് പിന്നീട് അന്വേഷണം കാട്ടിലേക്ക് കേന്ദ്രീകരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയും വിപുലമായി തന്നെ തിരച്ചിലൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇവർ പരിസരത്തുണ്ടെന്ന് പോലീസിന് സംശയം പറയുമ്പോൾ ഇവിടെ ഇല്ലെന്ന തരത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും നിന്നത്. അതാണ് മൃതദേഹങ്ങൾ കടത്താൻ വൈകിയതെന്നാണ് പറയപ്പെടുന്നത്. ഒരു സാധനവും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടിയെന്നാണ് കഥകൾ പരന്നത്. കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിച്ചു. ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തുവെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താനായില്ല. പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല. ടവർ ലൊക്കേഷൻ നിസാരവൽക്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നു. തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അവിടെ നിന്ന് മൃതദേഹമെങ്കിലും കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിന് വീഴ്ച പറ്റിയതിന് തെളിവായാണ് കണക്കാക്കുന്നത്. ഒട്ടേറെ ദിനരാത്രങ്ങൾ പോലീസിനൊപ്പം തങ്ങൾ ആരും തിരഞ്ഞ ഒരു 15 വയസ്സുകാരെയും യുവാവിനെയും 26-ാം നാൾ കണ്ടെത്തുമ്പോൾ ഒരിക്കലും അവർ കേൾക്കരുതെന്ന് ആഗ്രഹിച്ച വാർത്തയാണ് ആ നാട് കേട്ടത്. ഇരുവരുടെയും മരണത്തിൽ നിശബ്ദമായി കരയുകയാണ് ഈ ഗ്രാമം. SSLC പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായാണ് വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ രാത്രി കാണാതായത്. ഇരുവരുടെയും സംസ്കാരം ഇന്ന് തന്നെ നടക്കുമെന്നാണ് സൂചന. ഇന്നലെ നടത്തിയ തിരച്ചിലാണ് ഇവർ വീടിന് 200 മീറ്റർ ചുറ്റളവുള്ള സ്ഥലത്ത് നിന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരിച്ച പ്രദീപിനെതിരെ പെൺകുട്ടി പഠിച്ച സ്കൂളിലെ അധ്യാപകരാണ് 2 വർഷം മുമ്പ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. അന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ സഹോദര സ്നേഹമെന്നായിരുന്നു അന്ന് മാതാപിതാക്കൾ പറഞ്ഞു വെച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.